അടിമുടി പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. റോഡ് ടെസ്റ്റിന് ശേഷം എച്ച് ടെസ്റ്റ് നടത്തുക, ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കുക, ഡ്രൈവിംഗ് വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ്, വളവുകളിലും കയറ്റിറക്കങ്ങളിലും വാഹനം ഓടിക്കൽ തുടങ്ങിയവയെല്ലാം പുതിയ ടെസ്റ്റിന്റെ ഭാഗമാണ്. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ടെസ്റ്റ് ബഹിഷ്കരിക്കാനും കരിദിനം ആചരിക്കാനുമാണ് തീരുമാനം. CITU, INTUC, BMS സംഘടനകളുടെ കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതിയാണ് പ്രതിഷേധവുമായി രംഗത്തുള്ളത്. മനോജ് ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. മനോജ്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി മുന്നോട്ട് പോകാനാണ് ഗതാഗത മന്ത്രിയുടെയും ഒപ്പം വകുപ്പിന്റെയും തീരുമാനം. പക്ഷേ ഒരു തരത്തിലും ഈ പരിഷ്കരണം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ. സ്വാഭാവികമായും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ സമരകേന്ദ്രങ്ങളായി മാറാനാണ് സാധ്യത. കണ്ണൂരിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അർജുൻ, ഗതാഗത മന്ത്രിയായി KB ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ പ്രഖ്യാപിച്ചതാണ് ഈ ഡ്രൈവിംഗ് പരിഷ്കരണം എന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് കൃത്യമായ പരിശീലനം ലഭിക്കാതെ ആളുകൾ വണ്ടിയുമായി നിരത്തിലിറങ്ങുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പരിഷ്കരണത്തിന് തിരക്കിട്ട ഒരു നീക്കം ഗതാഗത വകുപ്പ് നടത്തിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ ഇത്തരത്തിലുള്ള പരിഷ്കരണം പെട്ടെന്ന് തന്നെ നടപ്പാക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് നടക്കുന്നത്. നമ്മളിപ്പോൾ തോട്ടടയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലാണുള്ളത്. ആകെ അനിശ്ചിതത്വത്തിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ തന്നെ. ടെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമകളും അവരെ പരിശീലിപ്പിച്ച ആളുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ആകെ ഒരു അനിശ്ചിതത്വത്തിൽ എന്താണ് സംഭവിക്കുക, എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഗതാഗത വകുപ്പിനും ഒരു കൃത്യതയില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ആദ്യം റോഡ് ടെസ്റ്റ്, അതിനുശേഷം എച്ച് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു പരിഷ്കരണമായി കഴിഞ്ഞ 4-ാം തീയതി ഒരു സർക്കുലർ വന്നിട്ടുള്ളത്. പക്ഷെ ആ സർക്കുലറിൽ തന്നെ ഒരു വ്യക്തത കൈവന്നിട്ടില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യം. ഇന്ന് സംസ്ഥാനത്ത് ഒരിടത്തും ടെസ്റ്റ് നടക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നമുക്ക് കാണുന്നില്ല എന്നാണ് ഇവിടുത്തെ ഈ അന്തരീക്ഷം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വലിയ പ്രതിഷേധത്തിലാണ് എല്ലാവരും ഉള്ളത്. ഈ ടെസ്റ്റ് എടുക്കാൻ വന്ന ആളുകളും എങ്ങനെയാണ് ഇത് ടെസ്റ്റ് എടുക്കേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്ക, ഇങ്ങനെ മൊത്തത്തിൽ ആകെ ആശങ്കപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. ഏതാണ്ട് 8:30യോടുകൂടി മാത്രമേ എത്തൂ. അതിനുശേഷം ഈ ഇതിലേക്ക് ടെസ്റ്റിലേക്ക് പോകാൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ അവർ ഒരു പരിശോധന നടത്തും. എന്തായാലും ബഹിഷ്കരിക്കാൻ, കരിദിനം ആചരിക്കാനാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ തീരുമാനം. നമ്മളോടൊപ്പം അസോസിയേഷന്റെ പ്രതിനിധി ഷാജി വെൽഡ്രൈവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഇപ്പോൾ തീരുമാനം? അതായത് ഈ ഗ്രൗണ്ട് ആധുനികവൽക്കരിച്ചിട്ട് ടെസ്റ്റ് നടത്തണം. അത് കേരളത്തിൽ എല്ലായിടത്തും ഒരുപോലെ വേണമെന്നാണ് ഞങ്ങൾ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. ആധുനികവൽക്കരിക്കാൻ വേണ്ടി ഞങ്ങൾ എതിർക്കുന്നില്ല, അത് കുഴപ്പമില്ല. പക്ഷെങ്കിൽ ഈ കണ്ണൂരിൽ തന്നെ ഇവിടെ കമ്പ്യൂട്ടർ ക്യാമറ വെച്ചിട്ടുള്ള ടെസ്റ്റാണ്. തളിപ്പറമ്പിലോ പയ്യന്നൂരോ ഇരിട്ടിയിലോ ഒന്നും അതല്ല, സാധാരണ പോലത്തെ ടെസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഈക്വലായിട്ട് കാണണം. അതേപോലെ 4/2024 സർക്കുലർ, ആ സർക്കുലർ പറയുന്ന വെച്ചാൽ എല്ലാ വണ്ടികളും ക്യാമറ സ്ഥാപിക്കണം, ഞങ്ങളെ ചെലവിൽ സ്ഥാപിക്കണം എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ തള്ളിക്കളിയാണ്. ഞങ്ങളെ ചെലവിൽ സ്ഥാപിക്കണ്ട, ഉദ്യോഗസ്ഥന്മാരെ യൂണിഫോമിൽ സ്ഥാപിക്കട്ടെ ക്യാമറ, അവരെന്നിട്ട് ടെസ്റ്റ് ചെയ്യട്ടെ. അല്ലാതെ ഞങ്ങളെ ചെലവിൽ ഇത്രയും ഭാരിച്ച ഒരു ചെലവ് വന്നിട്ട് ഞങ്ങൾ ക്യാമറ സ്ഥാപിക്കേണ്ട താല്പര്യം ഞങ്ങൾക്കില്ല. അത് വകുപ്പ് തന്നെ എടുക്കട്ടെ. വകുപ്പിന് ഇഷ്ടംപോലെ കാശുണ്ട്. ആ കാശ് ഉപയോഗിച്ചിട്ട് വകുപ്പ് അതുപോലെ തന്നെ സ്ഥലം വാങ്ങി അവിടെ എല്ലാ സംവിധാനങ്ങളാക്കിയിട്ട് നല്ല രീതിയിലുള്ള സംവിധാനം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. നിങ്ങളിപ്പോൾ ഈ ഇവരെയൊക്കെ പഠിപ്പിച്ചത് ഏത് രീതിയിലാണോ, പഴയ രീതിയിലാണോ? അപ്പൊ പെട്ടെന്ന് പുതിയ രീതിയിലേക്ക് മാറ്റാൻ വരുമ്പോൾ അത് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ലല്ല, ഒരിക്കലുമല്ല. അതായത് ഞങ്ങളിവിടെ പഠിപ്പിച്ചത് സാധാരണ എച്ച്, അതുപോലെ റോഡ് ടെസ്റ്റാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 90 കാലഘട്ടത്തിൽ നിയമസഭാ കമ്മിറ്റി ഉൾപ്പെടെ സാങ്കേതികത ഉൾപ്പെടെ ഉള്ളവർ പഠിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റ് നിലവിലെ ടെസ്റ്റ് ആക്കിയത്. ഇപ്പോൾ ഒരു വിരലിടാവുന്ന 10-15 ഉദ്യോഗസ്ഥന്മാർ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഒരു ടെസ്റ്റ് സംവിധാനം കൊണ്ടുവന്നു. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് ഞങ്ങൾ സാങ്കേതിക വിദഗ്ധരും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ, വിദഗ്ധന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അത്തരത്തിലുള്ള സംവിധാനത്തെ കുറിച്ച് പഠിച്ചതിന് ശേഷം അത്തരത്തിലുള്ള സംവിധാനം കൊണ്ടുവന്നു. ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ്ങും തന്നിട്ടില്ല. അത് ഇത്തരത്തിൽ പഠിപ്പിക്കണം എന്നുള്ള ഒരു ട്രെയിനിങ്ങും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പഴയ പോലെ തന്നെയാണ് ഈ പഠിതാക്കൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഈ പഠിതാക്കളെയൊക്കെ പഴയ പോലെ തന്നെയാണ് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു പുതിയ ടെസ്റ്റ് നടത്തണമെന്ന് വരുമ്പോൾ അത് നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ ഇന്ന് ടെസ്റ്റ് നടക്കാനുള്ള സാധ്യത ഉണ്ടോ? ഒരിക്കലുമില്ല.
ഈ 4/2024 സർക്കുലർ പ്രകാരം ക്യാമറ വെച്ചുള്ള ടെസ്റ്റാണ് ഓരോ വാഹനത്തിലും. ഇവിടെ ഒരു വാഹനത്തിലും ക്യാമറയില്ല. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് നടപ്പാക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ മന്ത്രി ഒരു തലേ ദിവസം വിളിച്ചു പറഞ്ഞ് 100 രൂപ ടെസ്റ്റിന് സ്ലോട്ട് ബുക്ക് ചെയ്തവരെ 50 മാത്രമേ നാളെ മുതൽ എടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയിട്ട് അത് മാറ്റി. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അവർ പഴിചാരി. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാക്കാല് നിർദ്ദേശം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ടെസ്റ്റ് മാറ്റില്ല. ഞങ്ങൾക്ക് ആധികാരികമായിട്ട് ഓർഡർ അടിച്ചു തന്നാൽ മാത്രമേ ഞങ്ങൾ ടെസ്റ്റ് നടത്താൻ പറ്റൂ. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല കിട്ടിയിട്ടില്ല. ഇതുവരെ അത് കിട്ടിയിട്ടില്ല. നടക്കില്ല. ഇന്ന് ടെസ്റ്റ് നടക്കാൻ സാധ്യത 99% കുറവാണ്. അഥവാ നടന്നാൽ നിങ്ങൾ തടയും? നടക്കാൻ പറ്റില്ല. അതായത് ഞങ്ങളെ ഈ സർക്കുലർ പ്രകാരമുള്ള ക്യാമറ സംവിധാനം ഉണ്ടെങ്കിലേ ഉദ്യോഗസ്ഥന്മാർ താല്പര്യപ്പെടുള്ളൂ ടെസ്റ്റ് നടത്താൻ. അതില്ല, ഒരു വാഹനത്തിലും അതില്ല. അപ്പോഴും അവരത് നടത്തൂല. അവർ ഞങ്ങളോട് ഇപ്പോൾ 8:30 മണിയാകുമ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് 4/2024 സർക്കുലർ പ്രകാരം സംവിധാനങ്ങളുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വാഹനങ്ങൾ ഇവിടെ ഇല്ല. ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ ഒരുക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് അതിന്റെ അത് ആരൊരുക്കണം എന്നാണ് പറയുന്നത്? ഇപ്പോൾ സർക്കാരിന്റെ കൈവശമുള്ള ടെസ്റ്റ് കേന്ദ്രങ്ങൾ ഒഴികെ മറ്റ് നിങ്ങൾ വാടക നൽകി പ്രവർത്തിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ, അവിടെയൊക്കെ ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? എവിടെയുമില്ല. 86 ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ 10 മാത്രമേ സർക്കാരിന്റെ അധീനതയിലുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് ഞങ്ങൾ കാശ് കൊടുത്ത് ഒരുക്കണം എന്നാണ് മന്ത്രി പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊറോണ കാലത്തും പ്രളയം വന്നപ്പോഴും ഓരോ യൂണിറ്റും 86 യൂണിറ്റിൽ 1 ലക്ഷം രൂപ വീതം ഞങ്ങളെ നാണയത്തുണ്ട് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് എടുത്ത് കൊടുത്തതാ സർക്കാരിന്. ദുരിതാശ്വാസത്തിൽ അത്രയും ഞങ്ങൾ സർക്കാരിനെ സഹായിച്ച വ്യക്തികളെ ഞങ്ങൾ 8 മാസം ഞങ്ങൾ അടച്ചിട്ടു. കൊറോണ കാലത്ത് ഞങ്ങളെ വാഹനങ്ങൾ കേടായി, ബാറ്ററി കേടായി. അതിന്റെയൊക്കെ ബാധ്യത ഞങ്ങൾക്ക് വീണ്ടും തുടരുമ്പോൾ ബാധ്യതയായിട്ട് വന്നു. വീണ്ടും ടെസ്റ്റും ഗ്രൗണ്ടും ഞങ്ങൾ ഒരുക്കണം എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അത് ഒരിക്കലും അത് സാധിക്കില്ല. അർജുൻ, ഇതാണ് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുടെ ഒരു നിലപാട്. എന്തായാലും ഇന്ന് ടെസ്റ്റ് നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡാഷ്ബോർഡിൽ പരിശീലനം നടത്തുന്ന കാറിന്റെ ഡാഷ്ബോർഡിൽ ഒരു ക്യാമറ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി വന്നിട്ടുള്ളത്. ആ നിർദ്ദേശം എന്തായാലും നടക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സംവിധാനമുള്ള വാഹനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ എങ്ങനെയാണ് ഇത് നടപ്പാക്കുക എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇപ്പൊ എന്താണ് നടക്കും തോന്നുന്നുണ്ടോ? അറിയില്ല. ആകെ ഒരു ആശങ്കയാണ്. എങ്ങനെയാ പഠിപ്പിച്ച പഴയ പോലെയാണോ? പഴയ പോലെ. പുതിയ രീതിയിലൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ രീതിയിലാണ്. എന്തായാലും വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് ഈ എല്ലാവരും ഉള്ളത്. ഏതാണ്ട് 100ഓളം ഈ സ്റ്റുഡന്റ് ഡ്രൈവേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് തങ്ങളെ പഴയ രീതിയിലാണ് ഈ പഠിപ്പിച്ചിട്ടുള്ളത് സ്കൂളിലാണ്. എന്തായാലും നടക്കില്ലല്ലേ? ഇല്ല, നടക്കില്ല. 99% നടക്കില്ല. നിങ്ങൾ എങ്ങനെയാ പഠിപ്പിച്ചത് ഇവരെ? നമ്മള് പഴയ രീതിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പഴയ രീതിയിൽ എച്ചും റോഡ് ടെസ്റ്റുമാണ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുതിയ രീതിയിലേക്ക് ആകുമ്പോൾ അതെങ്ങനെയാണ് ഇവർക്ക് അത് പെട്ടെന്ന് ഈ സ്റ്റുഡന്റ് ഡ്രൈവേഴ്സിന് അത് ഉൾക്കൊള്ളാനുള്ള സാധ്യത കുറവാണ് അവർക്ക്. കാരണം വെച്ചാൽ നമ്മൾ പഴയ രീതിയിൽ പഠിപ്പിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് അവർക്ക് പറയുമ്പോൾ അത് സാധ്യത കുറവാണ്. അർജുൻ, ആകെ ഒരു ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ്. അതായത് ഇതിൽ ഏറ്റവും എച്ച് ടെസ്റ്റ് ആണ് രണ്ടാമത്. ആദ്യം റോഡ് ടെസ്റ്റ് ആണ് നടത്തുക, അതിനുശേഷമാണ് എച്ച് ടെസ്റ്റ്. ഈ കോൺക്രീറ്റ് ചെയ്തതോ ടാർ ചെയ്തതുമായ സ്ഥലം ഒരുക്കിയ ശേഷം ആ വരകളിലൂടെ വേണം ഈ ഡ്രൈവിംഗ് നടത്താൻ. ആംഗുലർ പാർക്കിംഗ്, അതായത് വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, എസ് വളവ് പോലെയുള്ള പാർക്കിംഗ്, കയറ്റത്തിൽ നിർത്തി പിന്നോട്ട് പോകാതെ മുന്നോട്ട് എടുക്കുക തുടങ്ങിയവയാണ് ഈ ഉറപ്പായും വിജയിക്കേണ്ട ഈ പരിശീലനമായി പറഞ്ഞിട്ടുള്ളത്. ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. എന്തായാലും അനിശ്ചിതത്വം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഈ സർക്കാരിന്റെ ഒരു അന്തിമ തീരുമാനത്തിനായി കാത്തു നിൽക്കുകയാണ് ഉദ്യോഗസ്ഥർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പരിഷ്കരിച്ച ടെസ്റ്റ് അടുത്ത കാലത്തൊന്നും നടപ്പാക്കാൻ കഴിയാത്തതാണെന്ന് ഡ്രൈവിംഗ് സ്കൂളുകാർ പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ഈ വാഹനങ്ങൾ തന്നെയാണ്. ഈ വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത് ഇതുവരെ ഒരു വാഹനത്തിലും ഘടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ ഈ കാര്യങ്ങളിലൊന്നും തങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. അർജുൻ, ടെസ്റ്റ് നടന്നാലും ഇല്ലെങ്കിൽ കൂടി ഈ ഡ്രൈവിംഗ് ഉടമകളും അതോടൊപ്പം തന്നെ ഈ ഡ്രൈവിംഗ് പഠിതാക്കളും ഒക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ടെസ്റ്റ് നടക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, ഈ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? എന്താണ്
ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പോൾ ലൂയിസ് മൗണ്ട് ഹോസ്പിറ്റലിൽ എനിക്ക് പ്രാക്ടീസ് തുടങ്ങി, ഇന്നലെ തുടങ്ങി. അപ്പം ഞാൻ ഇന്നലെ തുടങ്ങി, ഇന്ന് ഞാൻ 2 പ്രാക്ടീസ് കട്ട് ചെയ്ത് ഇനിയിപ്പോൾ ടെസ്റ്റ് മാറ്റാന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി ഒരു ദിവസം 30 ദിവസം എനിക്ക് കറക്റ്റ് ഡേയ്സ് എടുക്കണ്ടേ. ഇപ്പം എൻ്റെത് കുറഞ്ഞു 28 ദിവസം ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ എനിക്കുണ്ടാവും. പിന്നെ അതും മാത്രമല്ല പഴയ രീതിയിൽ പഠിപ്പിച്ചിട്ടാണ് ഇപ്പോൾ എടുക്കാനുള്ളത്. ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ടെസ്റ്റ് ക്യാൻസലായി ഇങ്ങനെ നടക്കൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മളെന്നെയല്ലേ വോട്ട് ചെയ്തിട്ട് ഇവരെ ജയിപ്പിച്ചത്, നമ്മളെ റൈറ്റ്സ് അല്ലേ, നമുക്ക് വേണ്ടി പ്രതികരിക്കാനല്ലേ നമ്മൾ ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതൊക്കെ. ഇപ്പൊ ഇതെന്താ, ഇത് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കല്ലേ, നമ്മൾ പാവപ്പെട്ട ആൾക്കാരെ ബുദ്ധിമുട്ടിക്കല്ലേ ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഈ കൃത്യമായ പരിശീലനം നേടാതെ ലൈസൻസ് എടുത്ത് വാഹനം എടുത്ത് റോഡിലേക്ക് പോകുന്നു, അപകടങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിലൊരു സാധ്യതയുണ്ടോ? കൃത്യമായി പഠിക്കാത്ത ഒരാൾ വാഹനം എടുത്ത് റോഡിലേക്ക് പോകും എന്ന് കരുതുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഞാനൊരു സൈക്കോളജിസ്റ്റാ. കൃത്യമായ പരീക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾക്ക് സ്ട്രെസ്, ആൻസൈറ്റി അങ്ങനെ പലതും ഉണ്ടാവുക. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരാൾ വരുന്നോ അല്ലെങ്കിൽ പട്ടി കുറിച്ചാലോ നമുക്കൊരു സ്ട്രെസ്, ആൻസൈറ്റി എല്ലാം ഉണ്ടാവും. അങ്ങനെ രീതിയിലും ആക്സിഡന്റ് ഉണ്ടാവാലോ. അല്ലാണ്ട് കൃത്യമായി പഠിച്ചിട്ട് ആക്സിഡന്റ് കൃത്യമായി പഠിച്ചാലും മാത്രമേ ആക്സിഡന്റ് ഇല്ലാണ്ടാവൂന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തെല്ലാം രീതിയിൽ ആക്സിഡന്റ് ഉണ്ടാവുക, ഒരാൾക്ക് സ്ട്രെസ്, ആൻസൈറ്റി, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവുക, എന്തൊക്കെ രീതിയിൽ ആക്സിഡന്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇന്ന് ടെസ്റ്റ് നടക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അത് നിങ്ങളെ പോലുള്ള സ്റ്റുഡന്റ് ഡ്രൈവേഴ്സിന്റെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? നല്ല ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേയ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല, എനിക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യേണ്ട ഡേയ്സ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കല. അപ്പൊ ഞാൻ ഒന്നാമത് ഇന്നലെ കളഞ്ഞ് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ, ഇപ്പൊ ഇനി നാളെയും കളഞ്ഞ് ഇനി അതും കഴിഞ്ഞിട്ട് ഇനി എപ്പാ ടെസ്റ്റ് ഡേറ്റ് വരിക എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇത് അനിശ്ചിതകാല സമരം എന്നല്ലേ പറയുന്നത്. അർജുൻ, ഈ രീതിയിലാണ് വലിയ പ്രതിഷേധം, എല്ലാവരും വലിയ പ്രതിഷേധത്തിൽ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്നാണ് ഇനി ടെസ്റ്റ് നടത്തുക എന്നതിന് പോലും ഒരു വ്യക്തതയില്ല. പഴയ രീതിയിലാണ് ഇവരെ പരിശീലിപ്പിച്ചത്. പുതിയ രീതിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അതുമായി ഇവർക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ആ ടെസ്റ്റ് എടുക്കുക എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. വലിയ പ്രതിഷേധം. അതോടൊപ്പം തന്നെ ആകെ 60 പേർക്കാണ് ടെസ്റ്റിന് പങ്കെടുക്കാൻ കഴിയുക. നേരത്തെ 100-125 ആളുകൾക്കൊക്കെ ടെസ്റ്റ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ അപേക്ഷ നൽകിയ ആളുകൾക്ക് 100ഓളം ആളുകൾക്ക് ഇതിന്റെ സ്ലോട്ടും അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്ക് എപ്പോൾ എങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത്. ആകെ അനിശ്ചിതത്വം. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. അദ്ദേഹം ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്താതെയാണ് ഇത്തരത്തിലുള്ള പരിഷ്കരണത്തിലേക്ക് പോയത് എന്നാണ് എല്ലാവരും ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഒരു തരത്തിലുള്ള ചർച്ചയുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു പരിഷ്കരണം നടപ്പാക്കുന്നു എന്നുള്ള വലിയ പ്രതിഷേധമാണ് എല്ലാവരും ഉയർത്തുന്നത്. ഏതായാലും സർക്കാരിന് ഇക്കാര്യത്തിൽ ഇടപെട്ടേ മതിയാകൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഈ പരിഷ്കരണം അടുത്തൊന്നും നടപ്പാക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ള രീതിയിൽ, അതായത് പഴയ രീതിയിൽ തന്നെ കുറച്ചു കാലം ഏതാണ്ട് 1 മാസത്തോളമെങ്കിലും ഈ ഇപ്പോൾ പരിശീലനം നേടിയ ആളുകൾക്ക് കൂടി പഴയ രീതിയിലുള്ള ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നിർദ്ദേശമൊക്കെ സർക്കാരിന്റെ മുന്നിൽ ഇപ്പോൾ പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രീതിയിലേക്ക് ഒരു പരിഷ്കരണം, ഒരു നിർദ്ദേശം, ഒരു സർക്കുലർ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്നലെ അവധിയായതിനാൽ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മോട്ടോർ വാഹന വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുമായും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത്. ഇന്ന് രാവിലെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് ഇന്നലെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ ഒരു തീരുമാനവും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെയാണ് സംസ്ഥാനത്തെ എല്ലാ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലും ഇതേ രീതിയിൽ തന്നെയാണ് പ്രതിഷേധം ഉയരുന്നത്. വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ഒരു അന്തിമ തീരുമാനത്തിനായി കാത്തു നിൽക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും. അർജുൻ.